ഹായ് ഫ്രണ്ട്സ്, എസ് കെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ അരച്ചിട്ടുള്ള ഒരു മീൻ കറിയാണ്. അതിനാവശ്യമായ ഒരു 3/4 കിലോ മീൻ നമ്മൾ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്, ഒരു 8 കഷ്ണം ചെറിയ ഉള്ളി, ഒരൽപ്പം ഇഞ്ചി, ഒരു 3-4 കഷ്ണം പച്ചമുളക്, 1.25 മുറി തേങ്ങ. എളുപ്പത്തിൽ എങ്ങനെ മീൻ കറി തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കാം. ആദ്യമായി തേങ്ങയ്ക്കകത്തേക്ക് 1 സ്പൂണ് മുളക് പൊടി ഇടുക, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവയെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് മിക്സിക്കകത്ത് ഇവനെ ഒന്ന് അടിച്ചെടുക്കാം. ആദ്യം തന്നെ മിക്സിയിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൊച്ചുള്ളിയും കൂടെ ചേർക്കുക. എന്നിട്ട് ഈ തേങ്ങയും ഈ മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മിക്സിയിലേക്കിട്ട് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള അല്പം വെള്ളവും കൂടി നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. ആവശ്യത്തിന് വെള്ളവും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ഒരു 1.5 കഷ്ണം കുടംപുളി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മീൻ കൂടി നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂണ് പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇവനെ മിക്സ് ചെയ്യുക. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് അടുപ്പിലോട്ട് വെക്കാം. നമുക്കിവനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ കറി അത്യാവശ്യം തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ഒരു നുള്ള് ഉലുവാപ്പൊടി, ഒരു നുള്ള് മതി ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവനെ ഒന്ന് മിക്സ് ചെയ്യുക. ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക് വറുത്ത് താളിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടട്ടെ. പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം ഇത് നമ്മുടെ കറിയിലേക്ക് ഊറ്റി കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിനെ അങ്ങനെ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട് കറിയൊക്കെ. അല്പം വെള്ളമൊക്കെ പറ്റി നല്ല കുറുകുറാന്നായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. സിമ്പിളാണ് ഇതുണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അല്പം പച്ച വെളിച്ചെണ്ണ, അതിനുശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. നല്ല അടിപൊളി മീൻ കറിയാണ്. അപ്പോൾ നമ്മുടെ മീൻ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യണം. താങ്ക് യു.